നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇത് കഠിനവാക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നെ അറിഞ്ഞ അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞു. തൻ്റെ മാംസം തിന്നണം, രക്തം കുടിക്കണം എന്ന് പറഞ്ഞത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങളത് കാണും. ഞാൻ എൻ്റെ ശരീരത്തിൽ അടിയേൽക്കുന്നതും എൻ്റെ ചോര ചിന്തപ്പെട്ട് മരിക്കുന്നതും സംഭവിക്കും, നിങ്ങളത് കാണാനിടയായി തീരും. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നരകം നിങ്ങൾക്ക് പകരം ഞാൻ അനുഭവിക്കുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. അതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും എന്ന് യേശു പറഞ്ഞത്. പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്ന് യേശു പറഞ്ഞു. യേശു പിതാവിനെ തിന്നുകയായിരുന്നില്ലല്ലോ. പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു. പിതാവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പിതാവിനെ ഞാൻ സ്നേഹിച്ചനുസരിച്ച്, യേശു പറഞ്ഞല്ലോ പിതാവിനിൽ വസിക്കുന്നു. അപ്പോൾ പിതാവ് എന്നിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടും അനുഭവത്തോടും കൂടെ ഞാൻ പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. അതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതുപോലെ എന്നെ ഉൾക്കൊള്ളുന്നവൻ എന്നെ അനുസരിച്ച് ഒരു ആത്മീയ ജീവിതം നയിക്കാനിടയായി തീരും. അവൻ നിത്യതയിലും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്. പക്ഷേ അവർ പിന്നെയും ഇത് യേശുവിൻ്റെ മാംസം തരുന്ന കാര്യമാണ്, രക്തം കുടിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും, ആർക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് പെറുപുറത്തിരിക്കുന്ന സമയത്ത് യേശു പിന്നെയും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടാലോ? ഞാനത് വീണ്ടും വായിക്കാം. ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? അപ്പോൾ ആരും എന്നെ തിന്നുകളയുന്നില്ല. ഞാൻ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത് നിങ്ങൾ കാണും. എന്നെ ആരും ഇവിടെ തിന്നുകളഞ്ഞില്ല എന്ന് നിങ്ങൾ കാണും. ഞാൻ ശരീരത്തോടെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നത്. ഞാനിവിടെ പറഞ്ഞത് അതിൻ്റെ ആത്മീയ കാര്യമാണ്. യേശു പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ ആത്മീക സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നെ ഇവിടെ ആരും തിന്നാൻ പോകുന്നില്ല. എൻ്റെ 12 ശിഷ്യന്മാർ, അവരാണല്ലോ എന്നോടും കൂടെ ഏറ്റവും അടുത്തുള്ളത്. അവരെന്നെ തിന്നത്തില്ല. അവർക്ക് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, എൻ്റെ വചനങ്ങൾ ദൈവവചനമാണെന്ന് അറിയാം. ഞാനീ പറഞ്ഞതിനകത്ത് ആത്മീയ സത്യങ്ങളാണ് ഉള്ളതെന്ന് അവർക്കറിയാം. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ വഴി സത്യവും ജീവനുമാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, ഞാൻ ഇടയനാണ് എന്ന് എല്ലാം പറഞ്ഞത് അതിനകത്തൊക്കെ ആത്മീക സത്യമാണ് ഉള്ളത് എന്നുള്ളത് അലങ്കാര പ്രയോഗമാണെന്ന് അവർക്കറിയാം. അവരാരും എന്നെ തിന്നാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉറപ്പിനായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ വന്നതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കാണും. എന്നെ ഇവിടെ ആരും തിന്നു തീർക്കത്തില്ല. പ്ലീസ്, അതാണ് യേശു പറയുന്നത്. പിന്നെയും അവരുള്ളിൽ ചിന്തിക്കുന്നത്, യേശുവിനെ എൻ്റെ മാംസം തിന്നണം, ചോര കുടിക്കുന്നതൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ എന്നാണ് അവർ പറയുന്നത്. ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് 11 പേരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, നീ പറയുന്നത് സത്യവചനങ്ങളാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, ഞങ്ങൾക്കുറപ്പാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്
എന്ന് പറഞ്ഞ് അവർ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം സത്യമാണ്, ഈ ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം ആകർഷിക്കണം, ദൈവം ബോധ്യപ്പെടുത്തണം. നമ്മൾ തന്നെ വായിച്ചത് കൊണ്ടോ നമ്മളൊരു പ്രസംഗം കേട്ടത് കൊണ്ടോ നമ്മളോട് ആളുകൾ വാദിക്കുകയോ തർക്കിക്കുകയോ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും നമുക്കിത് മനസ്സിലാകണമെന്നില്ല. ഒന്നാമത് നമുക്ക് സത്യം അറിയാനൊരു മനസ്സ് വേണം, അറിഞ്ഞാൽ അനുസരിക്കാനുള്ള ഒരു ധൈര്യം വേണം. അല്ലാതെ എനിക്കൊരു മതമുണ്ടല്ലോ, സമുദായമുണ്ടല്ലോ, ധാരാളം ആളുകൾ അതിലുണ്ടല്ലോ, വർഷങ്ങളായുള്ള ഒരു പാരമ്പര്യം ആണല്ലോ അതുകൊണ്ട് അത് മതിയാകും എന്നുള്ള തൃപ്തിയിൽ മുന്നോട്ട് പോകുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കുകയില്ല. ദൈവം മനുഷ്യനായി വന്ന യേശു പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമായില്ല. അവർ പിന്നെയും ഇത് മാംസമാണ്, രക്തമാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ നമുക്ക് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, നമുക്ക് വേണ്ടി യേശു ജീവന്റെ അപ്പമായി കാൽവറിയിലെ കുരിശിൽ അവൻ നമുക്ക് വേണ്ടി ഭാഗമായി, പിതാവായ ദൈവം അവനെ നമുക്ക് വേണ്ടി യാഗമാക്കി. ആ യേശുവിനെ, ഉയർത്തുന്നത് ജീവിക്കുന്ന യേശുവിനെ, ശിഷ്യന്മാർക്ക് സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിലാക്കാൻ എനിക്ക് വേണ്ടിയാണ് യേശു അടിയേറ്റത്, ശിക്ഷയേറ്റത്, ചോര ചിന്തിയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചല്ലോ എന്നോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.